ടോസ് ഭാഗ്യം അങ്ങനെ പഞ്ചാബിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മനീഷ് ഒരിക്കൽ കൂടി ചേർന്നു. മനീഷ്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ട് ടീമിൻ്റെയും ഒരു സ്ട്രോങ് 11 ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് സംഘങ്ങൾ എന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം. അനിൽ, തീർച്ചയായും. അതായത് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ നമുക്ക് കണക്കുകളുടെ ഒരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 36 കളികളാണ് ഹെഡ് ടു ഹെഡ്. അതായത് പഞ്ചാബും RCBയും കളിച്ചത് ഹെഡ് ടു ഹെഡ് കളിച്ചത് 36. അതിൽ 18 കളികൾ വീതം ഈ രണ്ട് ടീമുകളും ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 18 എന്ന് പറയുന്നത് 18ാമത്തെ സീസണാണ്. അങ്ങനെ 18 കളികളിൽ രണ്ട് ടീമുകളും ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ തുല്യ ശക്തികൾ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അത് കൃത്യമായി തന്നെ തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഇന്നത്തെ ഒരു IPL ഫൈനലിൽ. ആ ഒരു ഗംഭീര ഫൈനലിലേക്ക് ആവേശ ഫൈനലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഒരു ഫൈനൽ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവേശ ഫൈനൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സീസണിൽ 15 കളികളാണ് ഈ ഒരു സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ 10 കളികളിലും 200 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വലിയ സ്കോർ എന്തായാലും ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു ഫൈനലിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ പിച്ചിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ബാറ്റർമാർക്ക് ഏറ്റവും അനുകൂലമായ പിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ബൗളർമാർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങളൊന്നും തന്നെ നൽകുന്ന പിച്ചല്ല എന്നുള്ളതാണ്. 200 മുകളിൽ, അതായത് 15 കളികളിൽ 10ലും 200 മുകളിൽ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് 243 അവിടെ ഹയസ്റ്റ് ടോട്ടൽ ചേസ് ചെയ്തിട്ടുള്ളത് 206 ആണ്. അങ്ങനെ 200 മുകളിലുള്ള കാര്യങ്ങളിൽ 200 മുകളിൽ റൺസ് നേടാൻ സാധ്യതയുള്ള 10 കളികളിൽ 200 തന്നെ സ്കോർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീര ബാറ്റിംഗ് വിരുന്ന് തന്നെ നമുക്ക് ഇന്ന് ഈ ആവേശ ഫിനാലയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പിച്ചിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ സ്വഭാവം വെച്ച് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ആളുകൾ, വലിയ സ്റ്റേഡിയമാണ്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കളി കാണാൻ ഇരിക്കാനുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആവേശപ്പോരിലേക്ക് വരുമ്പോൾ അത്രയധികം ആളുകൾ, തിങ്ങി നിറഞ്ഞ കാണികൾ എന്തായാലും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇതുവരെ കപ്പ് നേടാത്ത 18 വർഷമായി 18ാം സീസണിലേക്ക് വരുമ്പോൾ 18 സീസണിലും കപ്പ് നേടാത്ത രണ്ട് ടീമുകൾ, അതായത് ഈ പറഞ്ഞ RCB ഒക്കെ എപ്പോഴും ഈ ഫൈനലിലേക്ക് വരും, ഫൈനൽ കപ്പടിക്കും എന്നൊക്കെ കഴിഞ്ഞ 18 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും അതിലേക്ക് ഒരു കളി മാത്രമാണ് ഇനിയിപ്പോൾ RCBക്കാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചാബിനാണെങ്കിലും ഒക്കെ ബാക്കിയുള്ളത്. ഒരു ഗംഭീര ഫൈനൽ തന്നെ, ഒരു ബാറ്റിംഗ് വിരുന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അത് ബാറ്റിംഗ് പിച്ചിൻ്റെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ബൗണ്ടറിയുടെ ഒരു വിഡ്ത്തും കാര്യങ്ങളും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഗംഭീര ബാറ്റിംഗ് തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വലിയ റൺസ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 200 റൺസിന് മുകളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ കാരണം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. 200നും മുകളിൽ അത് പരമാവധി റൺസ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ബാറ്റർമാർക്ക് അത്രയും അനുകൂലമായ പിച്ചാണ്. മനീഷ്, എന്തായാലും അങ്ങനെ രണ്ട് തുല്യ ശക്തികൾ അവരുടെ നേർക്കുനേർ പോരാട്ടങ്ങളുടെ കണക്കെടുക്കുകയാൽ തന്നെ 36 തവണയാണ് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 18 വീതം മത്സരങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇന്നങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ഏത് ടീം എടുക്കുന്നോ അവരായിരിക്കും കിരീട ജേതാക്കൾ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം.